നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 22. അങ്ങനെ നമ്മൾ ഈ ആഴ്ചയിലെ അവസാന ട്രേഡിംഗ് സെഷനിലേക്ക് എൻ്റർ ആവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള യുഎസിന്റെ പ്രപ്പോസൽസ് ഇറാൻ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. എന്നാൽ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തെ ചൊല്ലി ഇറാൻ സമാധാന ചർച്ചകളിൽ പ്രശ്നങ്ങളുടെ പുതിയ സൂചനകൾ ലഭിച്ചതോടെ ഇന്നലെ വീണ്ടും നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം എണ്ണയുടെ വിലയിൽ 2% ഉയർച്ചയ്ക്കും അത് കാരണമാക്കി. മാത്രമല്ല, ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്ക തിരിച്ചുപിടിക്കുമെന്ന് ട്രംപ് പറയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം മുതൽ ഇറാൻ ഏർപ്പെടുത്തിയ ഹോർമോസിലെ ടോളിനെ അദ്ദേഹം എതിർക്കുകയും ചെയ്തു. എങ്കിലും ചൈനയുടെ ഭാഗത്ത് നിന്നും മിഡിൽ ഈസ്റ്റിൽ മധ്യസ്ഥത വഹിക്കുവാൻ മുന്നോട്ട് വരുന്നതിനിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ചൈനയിലെത്തിക്കൊണ്ട് ഷീ ജിൻപിങ്ങിനെ കാണുമെന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്, ഐഷ മോട്ടേഴ്സ്, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, കോൾഗേറ്റ് പാമൊലീവ് ഇന്ത്യ, ഓൾ ടൈം പ്ലാസ്റ്റിക്സ്, ഫോർട്ടീസ് ഹെൽത്ത് കെയർ, HG ഇൻഫ്ര എഞ്ചിനീയറിംഗ്, ഇൻഫോ എഡ്ജ്, നാരായണ ഹൃദയാലയ, NTPC ഗ്രീൻ എനർജി, ടോറന്റ് ഫാർമസ്യൂട്ടിക്കൽസ്, TVS ഇലക്ട്രോണിക്സ്, യൂണിച്ചം ലബോറട്ടറീസ്, വിക്രം എഞ്ചിനീയറിംഗ്, യാത്ര ഓൺലൈൻ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് അവയുടെ ക്വാർട്ടർ ഓഫ് ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. നോയൽ ടാറ്റയുടെ ആശങ്കകളെ തുടർന്ന് വരാനിരിക്കുന്ന മെയ് 26 നടക്കുന്ന ബോർഡ് മീറ്റിംഗിൽ എയർ ഇന്ത്യ, ടാറ്റ ഡിജിറ്റൽ പദ്ധതികളെ കുറിച്ച് ബോർഡ് ചർച്ച ചെയ്യുമെന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം ഇന്നലത്തെ പോലെ തന്നെ ഇന്നും നിഫ്റ്റിക്ക് 23,800 എന്ന ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ തുടർന്ന് 23,900, 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. അതേസമയം 24,000 എന്ന ലെവലും മറികടന്നുകൊണ്ട് ഈ ലെവൽ ഡിഫെൻഡ് ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ തുടർന്ന് നിഫ്റ്റിക്ക് മുകളിലേക്ക് ഒരു പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. എന്നാൽ അതേസമയം 23,800 എന്ന ലെവൽ ഇന്ന് നിഫ്റ്റിക്ക് മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിൽ നിലനിൽക്കുവാൻ സാധിക്കുകയില്ലെങ്കിൽ റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് തുടരാനുള്ള സാധ്യതകളാണ് ഒരുപക്ഷെ നിലനിൽക്കുന്നതും. അതേസമയം 23,400 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഇമ്മീഡിയറ്റ് മാത്രമല്ല ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ കൂടി തന്നെയാണ്. ആയതിനാൽ തന്നെ ഈ ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ തുടർന്ന് മാർക്കറ്റിലേക്ക് ബിയേഴ്സിന് ശക്തി പ്രാപിക്കുവാനുമാവുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. ഇന്നലെ US നിന്നും വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 6 മണിയോടുകൂടി റിലീസ് ചെയ്യപ്പെട്ട ഏപ്രിൽ മാസത്തെ ബിൽഡിംഗ് പെർമിറ്റ്സ് ഡാറ്റയിൽ മാർച്ചിലെ 1.363 മില്യണിൽ നിന്നും ഏപ്രിൽ ആയപ്പോൾ 1.38 മില്യൺ എന്ന ഫോർകാസ്റ്റിനെ മറികടന്നുകൊണ്ട് 1.442 മില്യൺ ആയിട്ടാണ് ആക്ച്വലി റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായത്. എന്നാൽ അതേസമയം തന്നെ റിലീസ് ചെയ്യപ്പെട്ട ഏപ്രിൽ മാസത്തെ ഹൗസിംഗ് സ്റ്റാർട്ട്സ് ഡാറ്റ മാർക്കറ്റിനെ നിരാശപ്പെടുത്തി. കാരണം മാർച്ചിലെ 1.507 മില്യണിൽ നിന്നും 2.8% ഇടിവോടുകൂടി 1.46 മില്യൺ ആയിട്ടാണ് ആക്ച്വലി റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായത്. ഇന്ന് പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ ഒന്നും തന്നെയില്ല. ഇന്നലെയും ഇന്ത്യൻ മാർക്കറ്റിൽ റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് ആയിരുന്നു ദൃശ്യമായിരുന്നതെങ്കിലും നേരിയതാണെങ്കിലും നെഗറ്റീവ് സെന്റിമെന്റ്സോട് കൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. എസ്പെഷ്യലി IT, FMCG മേഖലകളിൽ ശക്തമായ വീക്ക്നെസ്സും പ്രകടമായിരുന്നു. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെയും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 1,891.21 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടർന്നപ്പോൾ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 2,492.42 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടർന്നു. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRന് ഫ്ലാറ്റ് ആയിട്ടും ഡോക്ടർ റെഡ്ഡീസിന് 0.5%, HDFC ബാങ്ക് ADRന് ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടിയും ഇൻഫോസിസ് ADRന് 1%യും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ICIC ബാങ്ക് ADRന് 0.25%യും വിപ്രോയ്ക്ക് 0.5%യും നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. മിനിഞ്ഞാന്നത്തെ ശക്തമായ നേട്ടത്തിന് ശേഷം ഇന്നലെ US മാർക്കറ്റിൽ നേരിയൊരു മന്ദതയാണ് അനുഭവപ്പെട്ടതും തൽഫലമായി S&P 500നും നാസ്ഡാക്കിനും നേരിയ നേട്ടത്തോടുകൂടി മാത്രമേ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായുള്ളൂ. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചറും 0.25% അഥവാ 111 പോയിന്റുകളുടെ നേട്ടത്തിലാണ്
വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് നേരിയ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് 0.39%, ജർമ്മൻ മാർക്കറ്റിന് 0.5% നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ടും സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 1.25%-അടുത്തും അതേസമയം കൊറിയൻ മാർക്കറ്റ് 0.5%-ലേറെയും നേട്ടത്തിലാണ് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളതും. കൊമോഡിറ്റിയിൽ നമ്മൾ മുൻപ് കണ്ട പോലെ തന്നെ ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയവുമായി ബന്ധപ്പെട്ടുള്ള ഇറാന്റെ സമാധാന ചർച്ചകളിൽ പുതിയ പ്രശ്നങ്ങൾ ഉടലെടുത്തതായിട്ടുള്ള സൂചനകൾ വന്നതിനെ തുടർന്ന് ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 2.25%-ലേറെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 1.25%-ലേറെയും ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $104.99 ആയിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $98.15 per ബാരൽ എന്ന നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില $4,538.10 per ഔൺസ് എന്ന നിലയിൽ സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. ഇന്നലെ മാർക്കറ്റിൽ നിഫ്റ്റിയുടെ PCR ഒക്കെ കാര്യമായ രീതിയിൽ തന്നെ മാറി മറിഞ്ഞു. 0.95 എന്ന ലെവലിലായിട്ടാണ് PCR നിലകൊള്ളുന്നതെങ്കിൽ മാക്സ് പെയിൻ 23,700 എന്ന ലെവലിലുമായിട്ടാണ്. ഫ്ലാറ്റായിട്ട് ഇന്നലെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് നിഫ്റ്റിയുടെ RSI 45.55 എന്ന ലെവലിൽ ഫ്ലാറ്റായിട്ട് തന്നെ നിലകൊള്ളുകയും ചെയ്തു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലെ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേസമയം 23,800 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുക. 23,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 22,900 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പേടിഎം, CNBC 18 TVന്റെ റിപ്പോർട്ടുകൾ പ്രകാരം SAIF പാർട്ട്നേഴ്സ് 86 ലക്ഷം ഷെയർസ് അഥവാ 1.3% വരുന്ന സ്റ്റേക്ക് പേടിഎമ്മിൽ നിന്നും 1,120 രൂപ 65 പൈസ per ഷെയർ എന്ന ഫ്ലോർ പ്രൈസിൽ ബ്ലോക്ക് ഡീൽ വഴി ഒരുപക്ഷെ വിറ്റഴിച്ചേക്കാമെന്നുള്ള റിപ്പോർട്ട്സ് ആണ് വരുന്നത്. മാരുതി സുസുക്കി ഇന്ത്യ ഇൻപുട്ട് ചെലവുകളിലെ തുടർച്ചയായ വർധനവ് കണക്കിലെടുത്തുകൊണ്ട് 2026 ജൂൺ മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ മാരുതി സുസുക്കി തങ്ങളുടെ മോഡലുകളുടെ വില പോർട്ട്ഫോളിയോയിലുടനീളം 30,000 രൂപ വരെ വർദ്ധിപ്പിക്കുവാൻ തീരുമാനിച്ചതായിട്ടുള്ള റിപ്പോർട്ട്സ് ആണ് വരുന്നത്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, FPO, റൈറ്റ് ഇഷ്യൂ, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് എന്നിവയിലൂടെ 5,000 കോടി രൂപ വരെ ഫണ്ട് സമാഹരിക്കുന്നതിന് ബാങ്കിന്റെ ബോർഡ് അംഗീകാരം നൽകി. ഗെയിൽ ഇന്ത്യ പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ ഫോർ കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. പ്രോഫിറ്റില് 38.4%-യും റവന്യൂവില് 2.6%-യും ഇടിവാണ് രേഖപ്പെടുത്തിയത്. നൈക്ക പ്രോഫിറ്റില് 286.5%-യും റവന്യൂവില് 28.4%-യും വർധനവ് രേഖപ്പെടുത്തി. ഹൊനാസ കൺസ്യൂമർ പ്രോഫിറ്റില് 177%-യും റവന്യൂവില് 23.1%-യും വർധനവ് രേഖപ്പെടുത്തി. വെൽസ്പൺ കോർപ്പ് പ്രോഫിറ്റില് 47% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 9.9% വർധനവും രേഖപ്പെടുത്തി. രാഷ്ട്രീയ കെമിക്കൽസ് പ്രോഫിറ്റില് 157.7%-യും റവന്യൂവില് 49.6%-യും വർധനവ് രേഖപ്പെടുത്തി. സൺ TV നെറ്റ്വർക്ക്സ് പ്രോഫിറ്റില് 37.4%-യും റവന്യൂവില് 6.3%-യും ഇടിവ് രേഖപ്പെടുത്തി. GMM Fowler കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 27 കോടി രൂപ നെറ്റ് ലോസ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ 17.2 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് ആണ് റിപ്പോർട്ട് ചെയ്തതും റവന്യൂവിലും 17% വർധനവും രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.